ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എസ്റ്റിമേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എസ്റ്റിമേഷനിൽ ആദ്യം പറയുന്ന കുറച്ച് ഇൻട്രോ പോലെ എന്താണ് എസ്റ്റിമേഷൻ, എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്, എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് വേണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ എന്താണ് എസ്റ്റിമേഷൻ? അതായത് നമ്മൾ എസ്റ്റിമേഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്, ബിഫോർ ആണോ ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എസ്റ്റിമേഷൻ എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് എത്ര എക്സ്പെൻഡിച്ചർ ആവും, നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ, ഇപ്പം നമുക്കൊരു വീടാണ് വെക്കേണ്ടതെങ്കിൽ തന്നെ ആ വീട് വെക്കാൻ എത്ര എക്സ്പെൻഡിച്ചർ ആവുമെന്ന് നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റീസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ് എന്തിൻ്റെ ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ expected expenditure നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എപ്പോഴാണ്? ബിഫോർ കൺസ്ട്രക്ഷന് മുന്നേ തന്നെ നമ്മൾ എന്താണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും ക്വാണ്ടിറ്റീസും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ക്വാണ്ടിറ്റി സർവേയിങ്. എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ്? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്കിൻ്റെ ആ ഒരു എക്സാക്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. പല ഐറ്റംസ് കാണില്ല നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഐറ്റംസിൻ്റെയൊക്കെ ആ ഒരു എക്സാക്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്താണ്? കോസ്റ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതും ഒരു ടെക്നിക്കാണ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ്. ആക്ച്വൽ എത്ര എക്സ്പെൻഡിച്ചർ ആയി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പർട്ടിക്കുലർ വർക്കിന് എത്ര ആക്ച്വൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇൻക്വയർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടേംസ് ആണ് പഠിച്ചത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഇൻ എ വർക്ക് ബിഫോർ കൺസ്ട്രക്ഷൻ. ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ എക്സാക്ട് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. പിന്നെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ ടെക്നിക് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ incurred in a particular work. അപ്പോൾ അത് 3 ടേംസ്. ഇത് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത നമ്മൾ നീഡ്സ് ഫോർ എസ്റ്റിമേഷൻ. നമ്മൾ എന്തിനൊക്കെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്? എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ, ഈ വർക്കിന് എത്ര കോസ്റ്റ് ആവും എന്നൊരു ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫീസിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാക്ട് ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ എത്ര രൂപയാവും എന്ന് നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എസ്റ്റിമേഷൻ വഴി. അതുപോലെ തന്നെ നമുക്ക് എത്ര സമയം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നും നമ്മൾ എസ്റ്റിമേഷൻ വഴി അറിയാൻ പറ്റും. അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എക്സ്പെൻഡിച്ചറിന് ഒരു കൺട്രോൾ പിടിക്കാൻ പറ്റും. അതായത് നമ്മൾ ഇത്രയാണ് ഇപ്പോൾ ഒരു ബിൽഡിങ് ഒരു എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു 1 lakh ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വർക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ എമൗണ്ട് കൂടെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് 1 lakh ആണ്. അപ്പോൾ അതിനകത്ത് നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിനൊത്തുള്ള എമൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് എന്താണ് ആ ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിന് അകത്ത് തന്നെ നമുക്ക് നിർത്താൻ പറ്റും എസ്റ്റിമേഷൻ വഴി. ഓക്കെ, പിന്നെ വേറെന്ത് അഡ്വാൻറ്റേജ് ഉണ്ട്? ടെൻഡർ വിളിക്കാൻ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻവൈറ്റ് ടെൻഡർ വിളിക്കാൻ നമുക്ക് എസ്റ്റിമേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു എസ്റ്റിമേഷൻ്റെ നീഡ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതായത് എന്താണ് കോസ്റ്റ് ഓഫ് വർക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, കോസ്റ്റ് ഓഫ് വർക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ഹെൻസ് ഫീസിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എത്ര ടൈം ആകുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൻ്റെ നീഡ്സ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡേറ്റ റിക്വയർഡ് ഫോർ
ടു പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും മാറി മാറി ചോദിക്കാറുണ്ട്. ലൈക്ക് നമുക്ക് ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ലൈക്ക് നമുക്ക് 3 ഡേറ്റയുടെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിരിക്കുക. മറക്കാനേ പാടില്ല. ഡേറ്റ എസ്റ്റിമേഷൻ എന്തൊക്കെ ലൈക്ക് നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം. ഫസ്റ്റ് വൺ ഇസ് ഡ്രോയിങ്. സെക്കൻഡ് വൺ ഇസ് എന്തായിരിക്കും specification, and the third one is R for rate. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ എസ്റ്റിമേഷൻ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ. ഡ്രോയിങ് വേണം, പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ വേണം, പിന്നെ റേറ്റ് വേണം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡ്രോയിങ് മസ്റ്റ് ബി, നമുക്കുള്ള ഡ്രോയിങ് വന്നിട്ട് ഡേറ്റ ലൈക്ക് നമുക്ക് ഡ്രോയിങ് വേണം. ഈ ഡ്രോയിങ്ങിൻ്റെ ലൈക്ക് ഡ്രോയിങ് പേര് പറയുന്നത് ഡ്രോയിങ് വന്നിട്ട് ക്ലിയർ ആയിരിക്കണം. ആൻഡ് നമുക്ക് ഈ ഡ്രോയിങ്ങിനകത്ത് ലൈക്ക് ഡ്രോയിങ് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് വേണം. കംപ്ലീറ്റ് ഡയമെൻഷൻസ് ക്ലിയറും ആയിരിക്കണം. അതിനകത്ത് എല്ലാ ലെങ്ത്തിൻ്റെയും ഡെപ്തിൻ്റെ എല്ലാത്തിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് വേണം ഡ്രോയിങ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഡ്രോയിങ് അതിൻ്റെ ലൈക്ക് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലും ലൈക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ലൈക്ക് ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ലൈക്ക് നമ്മൾ മിനിമം എത്ര സ്കെയിലാണ് കൊടുക്കേണ്ടതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സൈറ്റ് പ്ലാനിന് നമ്മൾ മിനിമം ഇത് ലൈക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. സൈറ്റ് പ്ലാനിന് നമ്മൾ മിനിമം 1:400 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്കെയിൽ. 1:400 സൈറ്റ് പ്ലാനിന് 1:400. ഇനി നിങ്ങൾ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ പഠിക്കണം. ഓക്കെ, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ ഒരു ഓർഡർ പിന്നെ പഠിച്ചു പോയി. ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ 1:10 to 1:29. ഇതാണ് ലൈക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിന് ഇപ്പം തന്നെ പഠിച്ചു പോവുക. സൈറ്റ് പ്ലാനിന് 1:400 ആണ് കൊടുക്കുന്നത്. ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിന് നമ്മൾ 1:10 to 1:29 ആണ് കൊടുക്കുന്നത്. 1:10 to 1:29 ആണ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിന് കൊടുക്കുന്നത്. ഇനി അത് പഠിക്കാം. ലേ ഔട്ട് പ്ലാനിൻ്റെ പഠിക്കാം. ലേ ഔട്ട് പ്ലാനിന് 1:5000 അല്ലെങ്കിൽ 1:400. അപ്പോൾ ഓക്കെ, ലേ ഔട്ട് പ്ലാനിന് നമ്മൾ 1:5000 അല്ലെങ്കിൽ 1:400 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി സർവീസ് പ്ലാൻ നമ്മൾ 1:400 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെച്ചാൽ സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും നമ്മൾ സെയിം ആണ് കൊടുക്കുന്നത്. ആൻഡ് ഇനി സെക്ഷൻ എലിവേഷൻ ഇതിനൊക്കെ 100 ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ഓർമ്മയിൽ വെക്കും. പ്ലാനും സെക്ഷൻ എലിവേഷൻ ഒക്കെ 100 ആയിരിക്കും കൊടുക്കുന്നത്. സർവീസ് പ്ലാനും സൈറ്റ് പ്ലാനും SS എന്ന് ഓർത്താൽ സർവീസ് പ്ലാനും സൈറ്റ് പ്ലാനും 1:400 ആണ് കൊടുക്കുന്നത്. ലേ ഔട്ട് പ്ലാനിന് 5,000 to 1:400 അല്ലെങ്കിൽ 1:5000 അല്ലെങ്കിൽ 1:400 ആണ് കൊടുക്കുന്നത്. ഡീറ്റെയിൽ ഡ്രോയിങ് ആണെങ്കിൽ കാണാതെ പഠിക്കുക. 1:10 to 1:29 വലുതാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡ്രോയിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. സ്പെസിഫിക്കേഷനിൽ പറയുന്നത് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആർ ഓഫ് 2 ടൈപ്സ്. സ്പെസിഫിക്കേഷൻ 2 ടൈപ്പ്. ജനറൽ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ജനറൽ സ്പെസിഫിക്കേഷനും ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും ഉണ്ട്. ഈ ജനറൽ സ്പെസിഫിക്കേഷൻ എന്താ വരുന്നത് പറഞ്ഞാൽ നമുക്കൊരു ജനറൽ ഐഡിയ തരും ബിൽഡിങ്ങിൻ്റെ. അതായത് അതിൻ്റെ നേച്ചർ, പിന്നെ ക്വാളിറ്റി, ക്ലാസ് ഓഫ് മെറ്റീരിയൽ, ഇൻ ജനറൽ ടേംസിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള വർക്കിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള ഓരോ പാർട്സിൻ്റെ നമുക്കൊരു ജനറൽ ഐഡിയ ആയിരിക്കും. ഒരു ജനറൽ ഐഡിയ തരും ബിൽഡിങ്ങിൻ്റെ. ഓക്കെ, ഈ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിലാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ തരും. ഓരോ ഐറ്റംസ് ഓഫ് വർക്കിൻ്റെയും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ നിന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മിക്സ് പ്രൊപ്പോർഷൻ, നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ മുതൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷനിലേക്ക് മെയിനായിട്ട് നമുക്ക് കുറേ ഇൻഫോർമേഷൻസ് അല്ലേ കിട്ടുന്നത്. നമ്മുടെ ഡ്രോയിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ലൈക്ക് എല്ലാ സ്പെസിഫിക്കേഷൻസും ആണ് നമ്മൾ സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഡ്രോയിങ്ങിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഇൻഫോർമേഷൻസ് ഡ്രോയിങ്ങിൽ ലൈക്ക് നമ്മൾ പറഞ്ഞു. ഡ്രോയിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? ഡയമെൻഷൻ കാണും. ഡയമെൻഷൻസ് ആണ് നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വേറെ സംഭവങ്ങൾ ലൈക്ക് ഡ്രോയിങ്ങിൽ നമുക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റാത്ത എല്ലാം നമ്മൾ ഈ സ്പെസിഫിക്കേഷനിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേറ്റ് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആയി, അതിനാണ് ലൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഡേറ്റാസ് റിക്വയർഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ആൻ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ആണ്. ഡ്രോയിങ് ക്ലിയർ ആയിരിക്കണം, ഡയമെൻഷൻസ് എല്ലാം അതിൽ വേണം. പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് ഡ്രോയിങ്, അതിൻ്റെ ലൈക്ക് മിനിമം സ്കെയിൽ യൂസ്ഡ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സ്പെസിഫിക്കേഷൻ കാര്യം പറഞ്ഞു. സ്പെസിഫിക്കേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും ജനറൽ സ്പെസിഫിക്കേഷൻ. ജനറൽ സ്പെസിഫിക്കേഷനിൽ ജനറൽ കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തരും. അതുപോലെ മിക്സ് പ്രൊപ്പോർഷൻ, എക്സിക്യൂഷൻ വർക്ക് എല്ലാം അതിനകത്ത് കാണും. അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് ആണ് നമ്മൾ സ്പെസിഫിക്കേഷനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ റേറ്റിലോട്ട് വന്നു. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര കാശ് നമ്മൾ സ്പെൻഡ് ചെയ്തു, അതിനാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലൈക്ക് ആ ഒരു ടോപ്പിക്കിൽ, ആ ഒരു പോർഷനിൽ വരുന്നത്.